ഹായ് സ്റ്റുഡൻസ്, മാനേജേഴ്സ് കമ്മീഷൻ ഫൈനൽ അക്കൗണ്ട്സിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക അതാണ് ഞാനിവിടെ പറയുന്നത്. ഫൈനൽ അക്കൗണ്ട്സ് മീൻസ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. മാനേജേഴ്സിന് കമ്മീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സാധാരണ നെറ്റ് പ്രോഫിറ്റിൻ്റെ മേലെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ആണ് മാനേജേഴ്സ് കമ്മീഷനായിട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഈ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്ന അതായത് ട്രയൽ ബാലൻസും അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമേ മാനേജേഴ്സ് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം റഫായിട്ട് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കണ്ടതിന് ശേഷം മാത്രമേ മാനേജേഴ്സ് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നെറ്റ് പ്രോഫിറ്റിൻ്റെ തൊട്ട് മേലെ വരുന്ന ഐറ്റം ആയിരിക്കും മാനേജേഴ്സ് കമ്മീഷൻ. അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അത് രണ്ട് മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, കമ്മീഷൻ പേയബിൾ ഓൺ പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് കമ്മീഷൻ. അതായത് പ്രോഫിറ്റിൻ്റെ മേലെ ഡയറക്റ്റ് ആയിട്ട് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യലാണ് ഇത്. അതായത് നമുക്ക് എത്രയാണോ റഫായിട്ട് നെറ്റ് പ്രോഫിറ്റ് കിട്ടിയത് ആ പ്രോഫിറ്റ് എങ്ങനെയുള്ള പ്രോഫിറ്റ് ആയിരിക്കും? ഈ മാനേജറുടെ കമ്മീഷൻ എടുക്കാത്ത പ്രോഫിറ്റ് ആയിരിക്കുമല്ലോ റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ്. അതാണ് ബിഫോർ ചാർജിങ് എന്ന് പറഞ്ഞത്. അതായത് കമ്മീഷൻ എടുക്കുന്നതിന് മുന്നേ ഉള്ള നെറ്റ് പ്രോഫിറ്റിൻ്റെ മേലെ ഒരു പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാനേജേഴ്സിന് കൊടുക്കുക. അപ്പം അതിന് ഒരു ഫോർമുലയുണ്ട്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നെറ്റ് ബിഫോർ ചാർജിങ് കമ്മീഷൻ ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ ബൈ 100. 5% ആണ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയാണോ റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നെറ്റ് പ്രോഫിറ്റ് കിട്ടിയത് ആ നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു 5/100 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അത് ഞാൻ ക്ലിയർ ആക്കി തരാം. ഞാനിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു റഫ് ഫോം, അതായത് എക്സ്പെൻസ് ഡെബിറ്റ് സൈഡിലിട്ടു, ഗ്രോസ് പ്രോഫിറ്റും ഇൻകമും ക്രെഡിറ്റ് സൈഡിലിട്ടു. അതിനുശേഷം ടോട്ടൽ ചെയ്തിട്ട് കിട്ടി റഫായിട്ട് ചെയ്തപ്പോൾ കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് 84,000 ആണ്. ഈ 84,000-ലാണ് ഒന്നാമത്തെ മെത്തേഡിൽ പ്രകാരം മാനേജേഴ്സ് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് ഈ 84,000 ഇൻറ്റു പെർസെൻറ്റേജ് 5% ആണെങ്കിൽ 5/100 ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ 84,000-ൻ്റെ മേലെ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്തപ്പം കിട്ടിയത് 4,200 ആണ്. ആ 4,200 ഈ നെറ്റ് പ്രോഫിറ്റിൻ്റെ മേലെ ഒരു സ്പേസ് വിടണം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ. മാനേജേഴ്സ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് 4,200 ഇടുക. ഇനി 4,200 ഇട്ട് കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് മാറും. 84,000 ഉണ്ടായിരിക്കില്ല, കാരണം ഒരു ഐറ്റം കൂടി എക്സ്പെൻസ് ആയിട്ട് അവിടെ വന്നു. അപ്പോൾ ഇപ്പോൾ എത്രയാണോ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായത് 84,000 ആണല്ലോ. ആ 84,000-ൽ ഒരു ഐറ്റം കൂടി എക്സ്പെൻസ് ആയിട്ട് വന്നു. അപ്പോൾ ഇതും കൂടി ഇതിൽ നിന്ന് കുറഞ്ഞതിന് ശേഷമുള്ള എമൗണ്ട് ആയിരിക്കും നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് വരും. അതായത് 79,800 ആയിരിക്കും ഇപ്പോൾ ഉള്ള നെറ്റ് പ്രോഫിറ്റ് കമ്മീഷൻ ചാർജ് ചെയ്തതിന് ശേഷം. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡ് പറയുന്നത് കമ്മീഷൻ പേയബിൾ ഓൺ പ്രോഫിറ്റ് റിമൈനിങ് ആഫ്റ്റർ ചാർജിങ് കമ്മീഷൻ. അതായത് പ്രോഫിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മാനേജറുടെ കമ്മീഷൻ ഇട്ടതിന് ശേഷം കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് എത്രയാണോ അതിൻ്റെ മേലെയാണ് ഇവിടെ പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്കത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് മാനേജേഴ്സ് കമ്മീഷൻ നമുക്ക് കിട്ടില്ല. മാനേജേഴ്സ് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്ത നെറ്റ് പ്രോഫിറ്റ് ഒരിക്കലും കിട്ടില്ല. മാനേജേഴ്സ് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്ത പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ മാനേജേഴ്സ് കമ്മീഷൻ അറിഞ്ഞിരിക്കണം. അത് നമുക്കിവിടെ അറിയില്ല, നമുക്കിവിടെ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഫോർമുല മാറ്റാനേ നമുക്ക് പറ്റുള്ളൂ. നമ്മൾ ഫോർമുല മാറ്റും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ആദ്യം നേരത്തെ ചെയ്ത പോലെ തന്നെ റഫായിട്ട് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ആ സെയിം നെറ്റ് പ്രോഫിറ്റിൻ്റെ മേലെ പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ ഡിവൈഡഡ് ബൈ 100 പ്ലസ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ ഇട്ട് കൊടുക്കുക. അതായത് 84,000 ഇൻറ്റു 5% ആണല്ലോ ഞാൻ പറഞ്ഞത്. 5/100 പ്ലസ് 5, അതായത് 84,000 ഇൻറ്റു 5/105. ഇങ്ങനെയാണ് നമ്മൾ മാനേജേഴ്സ് കമ്മീഷൻ ഈ രണ്ടാമത്തെ മെത്തേഡ് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടെ ഈ നെറ്റ് പ്രോഫിറ്റിൻ്റെ മേലെ മാനേജേഴ്സ് കമ്മീഷൻ ഇട്ട് കൊടുക്കുകയോ കൊണ്ടു. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് മാറും. നമ്മൾ ആദ്യം കാണുന്നത് റഫായിട്ടുള്ള നെറ്റ് പ്രോഫിറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർമുലയാണ് ശ്രദ്ധിക്കേണ്ടത്. ബിഫോർ ചാർജിങ് ആണെങ്കിൽ ഡയറക്റ്റ് നെറ്റ് പ്രോഫിറ്റിൻ്റെ മേലെ കാൽക്കുലേറ്റ് ചെയ്യാം. ആഫ്റ്റർ ചാർജിങ് ആണെങ്കിൽ താഴെ 100 പ്ലസ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇതാണ് മാനേജേഴ്സ് കമ്മീഷൻ പറയാനുള്ളത്. നെറ്റ് പ്രോഫിറ്റിൻ്റെ തൊട്ട് മേലെയാണ് മാനേജേഴ്സ് കമ്മീഷൻ എഴുതേണ്ടത്. ഇത് എവിടെയൊക്കെ എടുക്കുന്നു പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിലുമാണ് മാനേജേഴ്സ് കമ്മീഷൻ കാണിക്കുക. ഓക്കെ, പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ.